അപ്പോൾ ട്രയാങ്കിൾസിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് സി. ഇഫ് പി ഈസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം സി ടു എ ബി. സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് പി. പിന്നെ എന്താ തന്നിട്ടുള്ളത്? എ ബി സി ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ, അതുപോലെ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി, സ്മോൾ ബി, അതുപോലെ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് സി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് 1/p² = 1/a² + 1/b². ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് CBSE ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ എന്താണെന്നുള്ളത് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആവുമ്പോൾ ഇതെന്തായി? ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് CDB 90 ഡിഗ്രിയായി, അതുപോലെ ACBയും 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പറയാം. അതായത് ACBയും DCBയും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ACB ആൻഡ് ട്രയാങ്കിൾ DCB, ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ഏതൊക്കെ ആംഗിൾ ആണ് ഈക്വൽ ആയിട്ടുള്ളത്? അതായത് ആംഗിൾ ACB = ആംഗിൾ DCB = 90 ഡിഗ്രി. അത് നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി ആയി. പിന്നെ ACB റൈറ്റ് ആംഗിൾഡ് അറ്റ് സി ആണ്. അപ്പൊ സിയിൽ 90 ഡിഗ്രി. അപ്പൊ അത് 90 ഡിഗ്രി ആയി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിളും കൂടി ഈക്വൽ ആവണം, എന്നാൽ മാത്രമേ എന്ത് പറയുള്ളൂ? സിമിലാരിറ്റിയിൽ രണ്ട് ട്രയാങ്കിളും സിമിലർ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ACBയിൽ ആംഗിൾ ബി ഉണ്ട്, അതുപോലെ DCBയിലും ആംഗിൾ ബി ഉണ്ട്. അപ്പൊ ആംഗിൾ ബി = ആംഗിൾ ബി രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. അപ്പോൾ therefore by AA സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. AA സിമിലാരിറ്റി ട്രയാങ്കിൾ ACB സിമിലർ ടു ട്രയാങ്കിൾ DCB. ACB സിമിലർ ടു ട്രയാങ്കിൾ ഇവിടെ CDB ആണ് വരിക. അതായത് സി എന്ന ആംഗിളിന് സി ആണ് 90 ഡിഗ്രി, ഇതിൽ D ആണ് 90 ഡിഗ്രി. അപ്പൊ മിഡില് D എഴുതുക. BB കോമൺ ആണ്. അപ്പൊ ഇവിടെ CDB. ട്രയാങ്കിൾ ACB സിമിലർ ടു ട്രയാങ്കിൾ CDB. ഇനി രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ AC/CD. AC/CD = AB/CB. Corresponding sides are proportional. Corresponding അവിടെ എഴുതുക റീസൺ. Corresponding sides are proportional. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയി. അപ്പൊ ഇവിടെ AC എന്ന് പറയുന്നത് എന്താണ്? B. CD എന്ന് പറയുന്നത് P ആണ്. B/P = AB എന്ന് പറയുന്നത് C ആണ്. BC എന്താ? A ആണ്. അപ്പൊ B/P = C/A എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? B ഇങ്ങോട്ടേക്ക്, അതായത് 1/P ആക്കുന്നു. B/P = C/A എന്നുള്ളത് 1/P = C/AB. ഈ B ഡിനോമിനേറ്ററിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ 1/P = C/AB ആയി. 1/P = C/A. ഇനി എന്ത് ചെയ്യാം? നമുക്ക് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. ഇപ്പൊ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതായത് ഇപ്പൊ 1/P = C/AB ആണുള്ളത്. സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ 1/p² = C²/A²B² എന്ന് വരും. അപ്പൊ ഇവിടെ എഴുതുക സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പൊ 1/p² = C²/A². ഇനി ഈ ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾ ACBയില് നമുക്ക് എങ്ങനെ പറയാം? അതായത് ഇവിടെ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് സി ആണ്. അപ്പോ അതിൽ C² = അതായത് ഹൈപ്പോട്ടന്യൂസ് സൈഡ് എന്താണ്? ABന്റേത് C ആണ്. C² = B² + A² ആണ്. അപ്പോ C² = B² + A² എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1/p² = C²ന്റെ പ്ലേസിൽ B² + A² / A²B².
ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിനെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതാണ് 1/p സ്ക്വയർ. അപ്പോൾ 1/p സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ ബി സ്ക്വയർ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 1/a സ്ക്വയർ പ്ലസ് ഇവിടെ എ സ്ക്വയർ ക്യാൻസൽ ആയിട്ട് 1/b സ്ക്വയർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് 1/p സ്ക്വയർ ഈക്വൽ ടു 1/a സ്ക്വയർ പ്ലസ് 1/b സ്ക്വയർ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. സിമിലാരിറ്റി ഒന്ന് പെർപെൻഡിക്കുലർ ആണ്, ഒന്ന് റൈറ്റ് ആംഗിൾ ടച്ച് സി ആണ്. അപ്പൊ 90 ഡിഗ്രി ആയി. പിന്നെ ഒരു ആംഗിൾ കോമൺ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ട്രയാങ്കിൾ ACB സിമിലർ ടു ട്രയാങ്കിൾ CDB, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് B/P ഈക്വൽ ടു C/A ആണ്. അതിൽ B നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ 1/P ഈക്വൽ ടു C/A C/AB എന്ന് കിട്ടി. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, 1/p സ്ക്വയർ ഈക്വൽ ടു C സ്ക്വയർ ബൈ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഈ C സ്ക്വയർ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിന്റെ B സ്ക്വയറിന്റെ A സ്ക്വയറിന്റെ സമ്മാണ്. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. So second question, in figure ABC is right angle at B and B 90 degree. D is the midpoint of BC and show that AC square equal to AD square plus 3CD square. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് given ABC റൈറ്റ് ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, D is the midpoint of BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, BD ഈക്വൽ ടു DC. BD DCക്ക് ഈക്വൽ ആണ്. അതുപോലെ BC എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, BC is equal to 2 times BD ആണ്. അതായത് BC എന്ന് പറയുന്നത് BD പ്ലസ് DC ആണ്. BD DCക്ക് ഈക്വൽ ആണെങ്കിൽ BC എന്ത് പറയാം, നമുക്ക് BC is equal to 2 times BD എന്ന് പറയാം. അപ്പോൾ ഇനി പൈതഗോറസ് തിയറി യൂസ് ചെയ്യാം. AC സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ട്രയാങ്കിൾ ABCയിൽ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ് പൈതഗോറസ് തിയറം. നമ്മൾ റീസൺ എഴുതി. ഇനി ഇവിടെ BC എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 2BD. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റുന്നു. AB സ്ക്വയർ പ്ലസ് ഇവിടെ BCക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, 2BD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, AB സ്ക്വയർ പ്ലസ് 4BD സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, AD സ്ക്വയർ പ്ലസ് 3CD സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. AB സ്ക്വയർ പ്ലസ് ഒരു BD സ്ക്വയർ ഇങ്ങനെ എഴുതി, ബാക്കി 3BD സ്ക്വയർ. അതായത് 4BD സ്ക്വയർ എന്നുള്ളത് BD സ്ക്വയർ പ്ലസ് 3BD സ്ക്വയർ എന്ന് എഴുതി. BD ഏതിന് ഈക്വൽ ആണ്, DCക്ക് ഈക്വൽ ആണ്. അപ്പൊ അവിടെ 3CD സ്ക്വയർ എന്നുള്ളത് കിട്ടി. ഇനി ഇവിടെ AB സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. അതായത് ഈ ട്രയാങ്കിൾ ABDയിൽ നമുക്ക് എന്ത് പറയാം, AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് 3BD സ്ക്വയർ ആണ് കിട്ടിയില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് 3CD സ്ക്വയർ ആണ്. അപ്പോ ഇവിടെ AB സ്ക്വയർ പ്ലസ് BD സ്ക്വയർ എന്ന് പറയുന്നത് AD സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 3BD സ്ക്വയർ ഏതിന് ഈക്വൽ ആണ്, DCC ഈക്വൽ ആണ്. അപ്പോൾ 3CD സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഗിവൺ എന്താന്നുള്ളത് എഴുതുക. ടു പ്രൂവ്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ടു പ്രൂവ് എന്താണ്, AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് 3CD സ്ക്വയർ. അതിനുശേഷം നമ്മൾ പ്രൂഫിൽ ട്രയാങ്കിൾ ABCയിൽ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പൈതഗോറസ് തിയറം എടുത്തു. അതിൽ നമ്മൾ BC എന്നുള്ളത് 2BD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അവിടെ മാറ്റിക്കൊണ്ടുവരുന്നു. അതായത് 4BD സ്ക്വയർ എന്നുണ്ട്. 4BD സ്ക്വയറിന് BD സ്ക്വയർ പ്ലസ് 3BD സ്ക്വയർ എന്ന് എഴുതി. ഇത് നമുക്ക് AD സ്ക്വയർ ആണ് ഈ ഒരു ട്രയാങ്കിൾ. അപ്പോൾ അതിൽ നിന്ന് അതിലേക്ക് എത്തി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, in triangle ABC, DE parallel to line BC with D on AB and E on AC. If AD by DB equal to 2/3, find BC by DE ആണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഒരു ലൈൻ, അതായത് ഇതിന് പാരലൽ ആണെങ്കിൽ ബൈ BPT തിയറം നമുക്ക് എന്ത് പറയാം, AD by DB equal to AE by EC, അതുപോലെ AB by AD equal to AC by AE എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതുന്നത് DE parallel to BC ആണ്. DE parallel to BC ആവുമ്പോൾ ബൈ BPT തിയറം നമുക്ക് എന്ത് പറയാം, AB by
AD ഈക്വൽ ടു AC ബൈ AE ആണ്. അതായത് നമ്മൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും അതായത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അതായത് ADEയും ABC എന്നുള്ള ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആയി കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അതിൽ നിന്ന് നമുക്ക് BC ബൈ DE കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ബൈ BPT തിയറം AB ബൈ AD ഈക്വൽ ടു AC ബൈ AE എന്ന് എഴുതി. അതുപോലെ പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ ADE ആൻഡ് ട്രയാങ്കിൾ ABC. ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്കിപ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. AB ബൈ AD ഈക്വൽ ടു AC ബൈ AE ആണ്. അതുപോലെ ആംഗിൾ A രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. അപ്പൊ ആംഗിൾ A കോമണും ആയി, അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണലും ആയി. അതായത് therefore by SAS സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ ADE. ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയപ്പോൾ നമുക്ക് അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണലായി. സൈഡ്സ് എങ്ങനെ എഴുതാം? നമുക്ക് AB ബൈ AD ഈക്വൽ ടു BC ബൈ D ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ BC ബൈ D നമ്മുടെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അതായത് AB ബൈ AD കറസ്പോണ്ടിങ് ഇവിടെ നിങ്ങൾ റീസൺ എഴുതാം. therefore by SAS സിമിലാരിറ്റി ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ ADE ആയി. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയി. AB ബൈ AD ഈക്വൽ ടു BC ബൈ DE എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഗിവൺ? AD ബൈ DB ഈക്വൽ ടു 2/3 എന്ന് തന്നിട്ടുണ്ട്. അതായത് AD ബൈ DB ഈക്വൽ ടു 2/3 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? DB ബൈ AD ഈക്വൽ ടു 3/2 തിരിച്ചെഴുതി. നമ്മൾ റെസിപ്രോക്കൽ എഴുതി. ഇനി എന്ത് ചെയ്യുക? DB ബൈ AD പ്ലസ് 1 ഈക്വൽ ടു 3/2 പ്ലസ് 1. രണ്ട് സൈഡിൽ പ്ലസ് 1 കൊടുത്തു. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ ക്ലോസ് ചെയ്യാം. DB പ്ലസ് AD ഡിവൈഡ് ബൈ AD ഈക്വൽ ടു 3 പ്ലസ് 2/2 അതായത് 5/2 എന്നുള്ളത് DB പ്ലസ് AD എന്ന് പറയുന്നത് എന്താണ്? AB ബൈ AD ആണ് നമുക്ക് 5/2 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഫ്രം 1 and 2 AB ബൈ AD BC ബൈ DEക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടി? ഫ്രം 1 and 2 BC ബൈ DE ഈക്വൽ ടു 5/2. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ അത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. സിമിലർ ആവുമ്പോൾ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? AB ബൈ AD ഈക്വൽ ടു BC ബൈ DE. പിന്നെ നമ്മൾ ഗിവൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗിവൺ എന്താണ്? AD ബൈ DB 2/3 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എഴുതി അതിനുശേഷം പ്ലസ് 1 ഇട്ട് അതിൽ നിന്ന് AB ബൈ AD ആണ് കിട്ടുന്നത്. AB ബൈ AD എന്ന് പറയുന്നത് BC ബൈ DEക്ക് ഈക്വൽ ആണ്. അപ്പൊ അത് 5/2. അപ്പൊ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, through the midpoint of M of the side CD of a parallelogram ABCD. അപ്പോൾ ABCD എന്നുള്ള പാരലോഗ്രാമിൽ CDയുടെ മിഡ് പോയിന്റ് ആണ് M. The line BM is drawn intersecting AC. ACയിൽ Lന് ഇന്റർസെക്ട് ചെയ്യുന്നു. And AD produced in E. Prove that. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് EL ഈക്വൽ ടു 2 ടൈംസ് BL എന്ന് പ്രൂവ് ചെയ്യണം. അതായത് EL ഈക്വൽ ടു 2 ടൈംസ് BL. അതായത് ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്തണം. അതായത് AELും BLC ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്നാണ് ഇതിലേക്ക് എത്താൻ കഴിയും. EL ഈക്വൽ ടു 2 ടൈംസ് BL. അപ്പൊ ആ രണ്ട് ട്രയാങ്കിളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുക. ഇതില് അപ്പോ അതായത് ഇൻ ട്രയാങ്കിൾ EMD and triangle BMC. ഈ രണ്ട് ട്രയാങ്കിളിലും ഇവിടെ M is the midpoint of CD ആവുമ്പോൾ അതിന്റെ ഹാഫ് അതായത് CM ഈക്വൽ ടു MD ആണ്. M is the കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് പോയിന്റ് ഓഫ് CD. M CDയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? CM ഈക്വൽ ടു MD.
അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഈക്വൽ ആയി. ഇനി നമുക്ക് ക്രോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എങ്ങനെ പറയാം, ആംഗിൾ DME ഈക്വൽ ടു, അതായത് DME, ഈ ട്രയാങ്കിളിലെ DME ഈ ട്രയാങ്കിളിലെ BMCക്ക് ഈക്വൽ ആണ്. ആംഗിൾ BMC, അതായത് ആംഗിൾ BMC ഈക്വൽ ടു ആംഗിൾ DME, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ABCD ഒരു പാരലോഗ്രാം ആണ്. അപ്പൊ ഡി പ്രൊഡ്യൂസ് ചെയ്തതാണ് ഇയിലേക്കുള്ളത്. അപ്പൊ ഈ രണ്ട് ലൈനും എയും BCയും എന്തായാലും പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആവുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് ഈക്വൽ എന്ന് പറയാം. അതായത് ഈ ആംഗിളും ഈ ആംഗിളും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈനിന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് പാരലൽ ലൈന് ഇവിടെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ AE പാരലൽ ടു BC, BE ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. അപ്പൊ അതെങ്ങനെ, ഇതിന് റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി ഇവിടെ ആംഗിൾ L നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അപ്പൊ MBC, ആംഗിൾ MBC ഈക്വൽ ടു ആംഗിൾ MBC ഈക്വൽ ടു ആംഗിൾ MED, ആംഗിൾ MED ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് റൂളാണ് വരുന്നത്, അതായത് സൈഡ് ഇവിടെ ആംഗിൾ. അപ്പോൾ therefore by AAS കോൺഗ്രുവൻസി റൂൾ ട്രയാങ്കിൾ, അതായത് സൈഡ് ആംഗിൾ അങ്ങനെയാണ് ഉള്ളത്. ആംഗിൾ AAS അതാണ് നമ്മുടെ റൂള്. AAS കോൺഗ്രുവൻസി റൂളിൽ നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ BMC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ EMD. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് BC എന്ന് പറയുന്നത് DEക്ക് ഈക്വൽ ആയിരിക്കും. therefore BC is equal to DE by CPCT. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് BC is equal to DE എന്ന് കിട്ടി. BC ഏതിന് ഈക്വൽ ആണ്, ABCD ഒരു പാരലോഗ്രാം ആണെങ്കിൽ BC എന്ന് പറയുന്നത് ADക്ക് ഈക്വൽ ആണ്. BC is equal to AD, കാരണം ABCD പാരലോഗ്രാം ആണ്. ABCD പാരലോഗ്രാം ആവുമ്പോൾ BC ADക്ക് ഈക്വൽ ആണ്. അപ്പോൾ BC ADക്ക് ഈക്വൽ ആണെങ്കിൽ BC is equal to DE ആണ്. ഇവിടെ അതായത് BC is equal to AD നായി. BC is equal to AD ആയാൽ അതിനുശേഷം നമുക്ക് എന്ത് പറയാം, നമുക്ക് AE ആണ് കിട്ടേണ്ടത്. AE എന്ന് പറയുന്നത് AD പ്ലസ് DE ആണ്. AD പ്ലസ് DE. ഇവിടെ AD എന്ന് പറയുന്നത് BCയും, അപ്പൊ ഇതെന്തായി, ഇത് രണ്ടും BC ആണ്. BC is equal to DE ആണ്. BC ഏതിന് ഈക്വൽ ആണ്, DEക്ക് ഈക്വൽ ആണ്. BC ADക്കും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ AE എന്ന് പറയുന്നത് നമുക്ക് BC പ്ലസ് BC എന്ന് എഴുതാം അല്ലെ. BC ഇത് രണ്ടും BC ആണ്. അപ്പൊ BC പ്ലസ് BC എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, അവിടെ 2BC എന്ന് കിട്ടി. AE എന്ന് പറയുന്നത് 2BC ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രയാങ്കിൾ നമുക്ക് EL ഈക്വൽ ടു 2BL എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും എടുക്കുന്നു, അതായത് EALും BLC, ആ രണ്ട് ട്രയാങ്കിളിലും ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് AE ഈക്വൽ ടു 2BC എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളുമാണ് എടുക്കുന്നത്. അതിന് സിമിലർ ആണെന്ന് പറയാം. ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയും. അപ്പോ ഇവിടെ ഈ ട്രയാങ്കിൾ AEL ആൻഡ് BLC, ഈ രണ്ട് ട്രയാങ്കിൾ BLC ഇവിടെ എഴുതുമ്പോൾ കുഴപ്പമില്ല. സിമിലർ ആണെന്ന് പറയുമ്പോൾ അതിന്റെ ആംഗിളിന് കറക്റ്റ് ആയിട്ട് എഴുതാം. AELലും BLCയിലും നമുക്ക് ഏതെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ നമുക്ക് അറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ അതെങ്ങനെ പറയാം, നമുക്ക് ആംഗിൾ ALE ഈക്വൽ ടു ആംഗിൾ BLC, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഒരേ ആംഗിൾ ഈക്വൽ ആയി. ഇവിടെ നമുക്ക് BC പാരലൽ ടു AE ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ BC AEക്ക് പാരലൽ ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ആംഗിളും ഈ ആംഗിളും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ആംഗിൾ
ആംഗിളും ആണ് ഈക്വൽ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ പറയാം? ആംഗിൾ EAL ഈക്വൽ ടു ആംഗിൾ LCB. alternate interior angles equal ആയി. therefore by AA similarity നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അതായത് അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ AA സിമിലാരിറ്റി സിമിലർ ആണെന്ന് പറയാം. ട്രയാങ്കിൾ AEL സിമിലർ ടു ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, L രണ്ട് ആംഗിളിൽ L ആണ് ഈക്വൽ ആയിട്ടുള്ളത്. L എഴുതി, പിന്നെ AC ക്കാണ് ഇവിടെ നമ്മൾ A എഴുതി, അപ്പൊ ഇവിടെ C, ഇവിടെ B. അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ AE by BC ഈക്വൽ ടു നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് EL ആണ്. അപ്പൊ EL by BL എന്ന് എഴുതുക. അതിനുശേഷം AE എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. AE എന്ന് പറയുന്നത് 2 times BC ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 times BC ഡിവൈഡ് ബൈ BC ഈക്വൽ ടു EL by BL എന്ന് കിട്ടി. അപ്പൊ BC ക്യാൻസൽ ആയി. ഇവിടെ റീസൺ എഴുതുക. സിൻസ് AE ഈക്വൽ ടു 2 times BC ആണ്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2BC by BC ഈക്വൽ ടു EL by BL എന്ന് കിട്ടി. BC ക്യാൻസൽ ആയി. EL by BL ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ EL ഈക്വൽ ടു 2 times BL. അപ്പൊ അതാണ് ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്തതിൽ നിന്ന് നമുക്ക് BC is equal to DE കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയണം? BC ADക്കും ഈക്വൽ ആണ്. അപ്പോൾ AE എന്ന് പറയുന്നത് AD plus DE ആണ്. AE എന്ന് പറയുന്നത് നമുക്ക് 2 times BC എന്ന് കിട്ടണം. അതിനുശേഷം ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ സിമിലർ ആണെന്ന് പറയാം. സിമിലർ ആവുമ്പോൾ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അതിൽ നിന്ന് AEന്റെ പ്ലേസിൽ നമ്മൾ 2BC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് EL ഈക്വൽ ടു 2 times BL എന്ന് കിട്ടും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.